ഇപ്പോൾ അവസാനം നടന്നിട്ടുള്ള കൈറ്റ് വിക്ടേഴ്സ് ഫസ്റ്റ് ബെൽ ക്ലാസ്സിലെ ഇംഗ്ലീഷ് 10ാം ക്ലാസ്സിൻ്റെ ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒരു കഥ പറഞ്ഞിട്ടാണ് അധ്യാപകൻ ക്ലാസ് തുടങ്ങുന്നത്. ദീസ് ടു ഷാൾ പാസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി. അതായത് ഈ കാലവും കടന്നു പോകും. നമുക്ക് സന്തോഷം വരുമ്പോൾ ദുഃഖം തോന്നുകയും ദുഃഖം വരുമ്പോൾ സന്തോഷം വരികയും ചെയ്യുന്ന ഒരു വേർഡാണിത്. ഒരു വാക്കുകളുടെ ഒരു കൂട്ടം. എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കാലവും കടന്നു പോകും എന്ന് പറയുന്ന ഒരു കഥ. അതായത് നമ്മുടെ ഇപ്പോഴുള്ള ഈ ലോക്ക്ഡൗണും കൊറോണ വൈറസും അതൊക്കെ കടന്നുപോയി നല്ലൊരു കാലം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്ററിൻ്റെ ഭാഗം അദ്ദേഹം റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഭാഗം അദ്ദേഹം അവിടെ വിവരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗം അവിടെ എന്താണ്, നമ്മുടെ റൈറ്റർ ബനിയൻ ട്രീയുടെ മുകളിലിരുന്നു കൊണ്ട് അത് കാണുകയാണ്. എന്താണ് കാണുന്നത്? ദർ ഈസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ് ഹിസിങ് ഡിഫിയൻസ്. അപ്പോൾ പേജ് നമ്പർ 11 നമ്മൾ ലാസ്റ്റ് ഭാഗത്താണ് നമ്മളിന്ന് നോക്കുന്നത്. എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കുക. ഹിസ് ഫോക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. അവൻ്റെ ആ രണ്ടായി പിരിഞ്ഞിട്ടുള്ള ഫോർക്ക് പോലെയുള്ള, അതാണ് രണ്ടായി പിരിഞ്ഞിട്ടുള്ള ആ നാവ് അവൻ ഉള്ളിലേക്കും പുറത്തേക്കും വലിച്ചു. ഡാർട്ടിങ് എന്ന് പറഞ്ഞാൽ തെറിപ്പിക്കുകയാണ്. ടങ് എന്ന് പറഞ്ഞാൽ നാവ്. ദ കോബ്ര റേസ്ഡ് 3 ഓഫ് ഹിസ് 6 feet 3 ഓഫ് ഹിസ് 6 feet ദ ഗ്രൗണ്ട്. കോബ്ര എഴുന്നേറ്റ് നിന്നു. അവൻ്റെ പത്തി എഴുന്നേറ്റ് നിന്നു. കോബ്രയുടെ പത്തി എഴുന്നേറ്റ് നിന്നു. കോബ്ര ഓഫ് ഹിസ് ഗ്രൗണ്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ്. അവൻ്റെ ആ വിശാലമായ പത്തി, ബ്രോഡ് എന്ന് പറഞ്ഞാൽ വിശാലമായ, സ്പെക്ടാക്കിൾഡ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണടയൊക്കെ ഒരു ഷേപ്പിലുള്ളതാണ്. ഹുഡ് എന്ന് പറഞ്ഞാൽ ഫണമാണ് പാമ്പിൻ്റെ. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. പാമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കീരി എന്താണ് ചെയ്യുന്നത്? കീരി അവൻ്റെ വാലിങ്ങനെ വിറപ്പിക്കുന്നുണ്ട്. ദ ലോങ് ഹെയർ ഓഫ് ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. അവൻ്റെ നട്ടലിൻ്റെ മുകളിലുള്ള ആ നീണ്ട രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. സ്പൈൻ എന്ന് പറഞ്ഞാൽ നട്ടലാണ്. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്. അവനെ ഒരുപാട് ആക്രമണങ്ങളിൽ, നമ്മുടെ കീരി ഒരുപാട് ആക്രമണങ്ങളിൽ നിന്ന് അവൻ്റെ ഈ രോമാവൃതമായ ശരീരം അവനെ രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദോ ദ കോമ്പറ്റൻസ് വർ അണവേർ ഓഫ് മൈ പ്രസൻസ്. എൻ്റെ സാന്നിധ്യം, അതായത് നമ്മുടെ കഥാകൃത്ത് നമ്മുടെ ആ മാൽമരത്തിന് മുകളിലിരുന്നു കൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ട്. അവൻ്റെ സാന്നിധ്യം ഇവരാരും അറിയുന്നില്ലെങ്കിലും പക്ഷേ അവിടെ മറ്റ് 2 ആളുകൾ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ദേ സൂൺ ബിക്കെയിം അവെയർ ഓഫ് അറൈവൽ ഓഫ് 2 അതർ സ്പെക്ടാറ്റേഴ്സ്. 2 മറ്റ് കാഴ്ചക്കാരുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു. സ്പെക്ടാറ്റേഴ്സ്. One was a myna and other a jungle crow. ഒന്ന് ഒരു മൈന, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അതേ മൈന തന്നെ. മറ്റ് ഒരു പക്ഷി ഒരു കാട്ടുകാക്കയാണ്. നോട്ട് വെയിലി അർബൻ ക്രോ. നമ്മുടെ നാട്ടും പുറത്തൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു സൂത്രക്കാരനായിട്ടുള്ള കാക്കയല്ലായിരുന്നത്. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ് ഫോർ ബാറ്റിൽ. അവർ കണ്ടു ഇവിടെ ഒരു യുദ്ധം നടക്കാൻ പോകുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. എന്നിട്ട് അവരെന്തിന് തയ്യാറായി? അവിടെ നടക്കാൻ പോകുന്ന ആ യുദ്ധം കാണുവാൻ വേണ്ടി അവർ തയ്യാറായി. ഹാഡ് ദേ ബീൻ കണ്ടൻറ്റ് ഓൺലി ടു വാച്ച്, ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. അവരവിടെ നടക്കാൻ പോകുന്ന ആ സംഘട്ടനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവർ വെറും കാഴ്ചക്കാരായി നിൽക്കുമോ ഇല്ലയോ, നമുക്ക് നോക്കാം. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്. കോബ്ര ആക്രമണത്തിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് നിന്നത്. മൂർഖൻ, നമ്മുടെ കോബ്ര മൂർഖൻ. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ പ്രതിയോഗിക്കുക, അതായത് എതിർത്തുകൊണ്ട് നിൽക്കുന്നതിനാണ് ഡിഫെൻസ് എന്ന് പറയുക. സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് അവനങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ട്രൈയിങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് ഫാൾസ് മൂവ്. തെറ്റായ നീക്കങ്ങൾ നടത്താൻ വേണ്ടി നമ്മുടെ കീരിയെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് അവൻ്റെ ചലനങ്ങൾ. അതായത് പാമ്പ് ഒരു ഭാഗത്തേക്ക് ചാടുന്ന സമയത്ത്
അവിടത്തേക്ക് കീരി വരില്ല എന്നുള്ള രീതിയിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നു. മെസ്മറൈസ് എന്ന് പറഞ്ഞാൽ മയക്കുക എന്നൊക്കെയാണ് അർത്ഥം, ഹിപ്നോട്ടൈസ് ചെയ്യുക എന്നൊക്കെ. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പണൻസ് ഗ്ലേസി അൺവിങ്കിങ് ഐസ്. പക്ഷേ കീരിക്കറിയാമായിരുന്നു തൻ്റെ എതിരാളിയുടെ ശക്തി വളരെ വ്യക്തമായി തന്നെ. ഗ്ലേസി എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ, ക്ലിയർ ആയിട്ട്. അൺവിങ്കിങ് ഐസ്, അൺവിങ്കിങ് ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മാതെ. ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം, ഒരിക്കലും കൂട്ടിമുട്ടാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മുടെ കീരി പ്രത്യേകം ശ്രദ്ധിച്ചു. ഇൻസ്റ്റഡ് ഹി ഫിക്സഡ് ഹിസ് ഗെയ്സ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. അതിന് പകരം അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പാമ്പിൻ്റെ പത്തിയുടെ താഴെ ഭാഗത്ത് കടിക്കാൻ വേണ്ടിയാണ് അവൻ ശ്രമിച്ചത്. ബൈറ്റ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. എന്നിട്ട് അവൻ്റെ ആക്രമണം തുടങ്ങി. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അൺടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്. പെട്ടെന്ന് തന്നെ പാമ്പിന് എത്താവുന്ന ദൂരത്തിലേക്ക് അവൻ മൂവ് ചെയ്തു, മുന്നോട്ട് കുതിച്ചു. ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. എന്നിട്ട് മറ്റൊരു ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിൽ അവൻ മാറി. അത് ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യുക, പക്ഷേ അറ്റാക്ക് ചെയ്യുക വിചാരിച്ച സ്ഥലത്തല്ലാതെ മറ്റൊരു ഭാഗത്ത് അറ്റാക്ക് നേരിടുന്നതിനാണ് ഫെയിൻറ്റ് എന്ന് പറയുക. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. പെട്ടെന്ന് തന്നെ കോബ്രയും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ. അവൻ്റെ വലിയ പത്തി, വലിയ കോബ്രേൻ്റെ ഒക്കെ പത്തിച്ച വലിയ പത്തിയാണ്. സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ഞാൻ വിചാരിച്ചു പാമ്പ് കൊത്തി ഇപ്പോൾ നമ്മുടെ കീരി അവിടെ തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷേ നമ്മുടെ ആ കൊച്ചു ചങ്ങാതി, ലിറ്റിൽ ഫെലോ എന്ന് പറഞ്ഞാൽ കൊച്ചു ചങ്ങാതി, ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, ഒരു ഭാഗത്തേക്ക് അവൻ മാറിക്കളഞ്ഞു. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. എന്നിട്ട് അതിവേഗത്തിൽ നമ്മുടെ കീരി പാമ്പിൻ്റെ മേലേക്ക് ചാടി വീണു. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. എന്നിട്ട് പാമ്പിൻ്റെ പുറം ഭാഗത്ത് തന്നെ അവൻ കടിച്ചു. ആൻഡ് ഡാർട്ടിങ് എവേ എഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. എന്നിട്ട് അവനെത്താൻ പറ്റാത്തൊരു ദൂരത്തേക്ക് നമ്മുടെ കീരി മാറിക്കളഞ്ഞു, പാമ്പിനെത്താൻ പറ്റാത്തൊരു ദൂരത്തേക്ക്. ദ മൊമെൻറ്റ് ദ കോബ്ര സ്ട്രക്ക്. നമ്മുടെ കോബ്ര അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽഫ് അറ്റ് ഹിം. നമ്മുടെ മൈനയും കാക്കയും നമ്മുടെ പാമ്പിൻ്റെ നേരെ കുതിച്ചു. ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ. ഒന്നും സംഭവിച്ചില്ല. എന്താ അവിടെ സംഭവിച്ചത്? നമ്മുടെ മൈനയും കാക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചു എന്നല്ലാതെ അവർക്ക് പാമ്പിനെ കൊത്താനോ പാമ്പിൻ്റെ മേൽ തൊടാൻ പോലും പറ്റിയില്ല. ഷ്രീക്കിങ് അറ്റ് ഈച്ച് അതർ. രണ്ടുപേരും അലറിക്കരഞ്ഞു. ഷ്രീക്കിങ് എന്ന് പറഞ്ഞാൽ അലറിക്കരയുക. ദ റിട്ടേൺ ടു കാക്ടസ് പ്ലാന്റ്. എന്നിട്ട് അവർ കാക്ടസ് പ്ലാന്റിന് മുകളിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എ ഫ്യൂ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റൻഡ് ഓൺ കോബ്രാസ് ബാക്ക്. കുറച്ച് രക്തം നമ്മുടെ പാമ്പിൻ്റെ പുറം ഭാഗത്ത് പൊടിഞ്ഞു, നമ്മുടെ കീരിയുടെ ആക്രമണം കൊണ്ട്. ദി കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. വീണ്ടും പാമ്പ് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്. കീരി ഒരു ഭാഗത്തേക്ക് കുതിച്ചു. സ്പ്രാങ് എന്ന് പറഞ്ഞാൽ കുതിച്ചു എന്നാണ് അർത്ഥം. അസൈഡ് ഒരു ഭാഗത്തേക്ക്. ജംപ്ഡ് ഇൻ എ ബിറ്റ്. എന്നിട്ട് ചാടിയിട്ട് അവൻ വീണ്ടും കടിച്ചു. അഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്. ആ സമയത്ത് വീണ്ടും എന്താണ് ഈ മൈനയും കാക്കയും പാമ്പിനെ കൊത്താൻ വേണ്ടി ശ്രമിച്ചു. ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റെഡ്. അവർ രണ്ടുപേരും കൂട്ടിയിടിക്കുകയാണ് ചെയ്തത്. ആൻഡ് റിട്ടേൺഡ് ഷ്രീക്കിങ് ടു ദ സേഫ്റ്റി ഓഫ് കാക്ടസ്. അവർ അലറിക്കരഞ്ഞുകൊണ്ട് വീണ്ടും ആ കാക്ടസ്, അതായത് കള്ളിമുൾ ചെടിയുടെ മുകളിലേക്ക് തന്നെ പോയി. ഇത്രയുമായിരുന്നു അധ്യാപകൻ അന്ന് പറഞ്ഞിട്ടുള്ളത്, ഇംഗ്ലീഷ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ആക്ടിവിറ്റീസും നമുക്ക് നോക്കാം.